അമ്മമാരും കുട്ടികളും ഗർഭിണികളും ചികിത്സയ്ക്ക് എത്തുന്ന തിരുവനന്തപുരം എസ്എറ്റി ആശുപത്രിയിൽ നീണ്ട 3 മണിക്കൂറിന് ശേഷം വൈദ്യുതി പുനഃസ്ഥാപിച്ചിരിക്കുന്നു. സാങ്കേതികത്വം പറഞ്ഞ് വൈദ്യുതി മുടങ്ങി 3 മണിക്കൂറിന് ശേഷമാണ് ഉന്നതതല ഇടപെടലടക്കം ഉണ്ടായതിന് പിന്നാലെ വൈദ്യുതി പുനഃസ്ഥാപിച്ചത്. മണിക്കൂറുകളോളം ആശങ്കയോടെ ബന്ധുക്കളടക്കം ആശുപത്രിക്ക് പുറത്തുനിന്ന് അവരുടെ പ്രതിഷേധമടക്കമുണ്ടായിരുന്നു. ഒടുക്കം വൈദ്യുതി പുനഃസ്ഥാപിക്കപ്പെടുന്നു. എന്ത് സംഭവിച്ചെന്ന കാര്യത്തിൽ അടക്കം വലിയ വ്യക്തത വരാനുണ്ട്. 3 വകുപ്പുകൾ അത് ഏകോപിച്ച് നടത്തുന്ന ഒരു സംവിധാനത്തിൽ വന്ന പിഴവെന്ന് മാത്രമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി എസ്എറ്റി ആശുപത്രിയിൽ ചേർന്നു. ഷഫീദ്, എല്ലാം മാറി, അത് ആശ്വാസത്തിലേക്ക് നീങ്ങുന്നു. ഇപ്പോഴും ഒരു പരിശോധന അല്ലെങ്കിൽ ഒരു അന്വേഷണം ഇത് സംബന്ധിച്ച് ഉണ്ടാകേണ്ടതല്ലേ, ഭാവിയിലെങ്കിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ? അക്കാര്യത്തിൽ ഒരു പരിശോധന ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇതിപ്പോൾ ആർക്ക് ഏത് വകുപ്പിനാണ് പിഴവ് എന്നുള്ള കാര്യം മാത്രമാണ് ഇനി പരിശോധിക്കേണ്ടതായിട്ടുള്ളത്. അതിൽ നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വളരെ പരിമിതമായിട്ടുള്ള സാങ്കേതിക ഒരു അറിവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടുത്തെ ഇൻഡോർ ട്രാൻസ്ഫോർ ഇപ്പോൾ BJPയുടെ ഒരു പ്രതിഷേധം നമുക്ക് ഈ ആശുപത്രിയുടെ മുൻപിൽ കാണാൻ സാധിക്കും. ഈ സംഭവം ഉണ്ടാകുമ്പോഴും BJP പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായിരുന്നു, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇവിടെ നിന്ന് ബലം പ്രയോഗിച്ച് പോലീസ് മാറ്റുന്നൊരു സാഹചര്യം. ഇപ്പോൾ തിരുവനന്തപുരം എസ്എറ്റി ആശുപത്രിക്ക് മുൻപിൽ BJP പ്രവർത്തകരുടെ പ്രതിഷേധം നടക്കുകയാണ്. അല്പസമയം മുൻപ് പ്രതികരിച്ച ഡെപ്യൂട്ടി മേയർ PK രാജു പറഞ്ഞത് സാങ്കേതിക തടസ്സമാണ്, അപ്രതീക്ഷിതമായി ഉണ്ടായതാണ്, ഇനി അക്കാര്യം ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് കഴിഞ്ഞ 3 മണിക്കൂറിലധികം സമയം അകത്തുണ്ടായിരുന്ന രോഗികൾ, ലേബർ റൂമിൽ, ഇൻക്യുബേറ്ററിൽ, ICUവിലടക്കം ഉണ്ടായിരുന്ന രോഗികൾ, അവർക്ക് പുറത്ത് ഈ ഇരുട്ടിൽ കാത്തിരുന്ന, മെഴുകുതിരികളുമായിട്ടൊക്കെ കാത്തിരുന്ന ബൈസ്റ്റാൻഡേഴ്സ്, അവരോടൊക്കെ സർക്കാരിനും ആരോഗ്യ വകുപ്പിനും PWD വകുപ്പിനും ഒക്കെ എന്ത് പറയാനുണ്ട് എന്നുള്ളത് മാത്രമാണ്. ഏതായാലും പ്രതിഷേധങ്ങൾ പലതരത്തിലുണ്ട്. വിശദമായ റിപ്പോർട്ട് ആരോഗ്യമന്ത്രി തേടിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ ഏത് തരത്തിലുള്ള കാര്യങ്ങൾ അത് ഉൾപ്പെടുത്തുമെന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത്. അതിൽ നമുക്കിപ്പോൾ ഈ പരിമിതമായിട്ടുള്ള സമയക്കുറവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് സാങ്കേതികമായി ഉറപ്പാണ് എന്നുള്ള കാര്യം ഏതാണ് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ട്. ഇൻഡോർ ട്രാൻസ്ഫോമർ, അതായത് ആശുപത്രി പരിസരത്തെ ഇൻഡോർ ട്രാൻസ്ഫോമറിലേക്ക് KSEB വൈദ്യുതി സപ്ലൈ ചെയ്യുകയും അങ്ങനെ ഇവിടേക്ക് വൈദ്യുതി എത്തിക്കുകയും ചെയ്തതാണ് ഇവിടുത്തെ രീതി എന്ന് പറയുന്നത്. പക്ഷേ ഈ ഇൻഡോർ ട്രാൻസ്ഫോമറിന്റെ വാക്വം സർക്യൂട്ട് ബ്രേക്കർ അത് കഴിഞ്ഞ 2 ദിവസമായി തകരാറിലായിരുന്നു. ഈ താൽക്കാലികമായിട്ടുള്ള ട്രാൻസ്ഫോമർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ 2 ദിവസമായി ഇവിടേക്ക് പവർ കൊടുക്കുകയായിരുന്നു എന്നുള്ള വിവരം ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും വൈദ്യുതി വകുപ്പിന് ഇക്കാര്യത്തിൽ പൂർണ്ണ അർത്ഥത്തിൽ പഴിചാരാൻ കഴിയില്ല. കാരണം അവർ പറഞ്ഞതായി ട്രാൻസ്ഫോമറിലെ പ്രശ്നം പരിഹരിച്ചാൽ, അത് PWD മെയിൻ്റനൻസ് വിഭാഗത്തിന്റെ ചുമതലയാണ്, അവർ ആ പ്രശ്നം പരിഹരിച്ചാൽ ആ മൊമെന്റിൽ വൈദ്യുതി സപ്ലൈ നടത്തും എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് ഒരു താൽക്കാലികമായിട്ടുള്ള സംവിധാനം കൊണ്ടുവന്നതിന് ശേഷം മാത്രമാണ് ഇങ്ങനൊരു പ്രവൃത്തി ഇവിടെ നടത്താൻ കഴിഞ്ഞത് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഏതായാലും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ റിപ്പോർട്ട് ഉണ്ടാകും. ആ റിപ്പോർട്ട് ആരോഗ്യമന്ത്രിക്ക് സമർപ്പിക്കും. ആ റിപ്പോർട്ടിലുണ്ടാകും എന്താണ് 3 മണിക്കൂറിലധികം സമയം എസ്എറ്റി ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സ തേടിയെത്തിയ ഗർഭിണികൾ, കുട്ടികൾ, വളരെ കുഞ്ഞു കുരുന്നുകളടക്കമുള്ള ആളുകളെ ഇരുട്ടിലാക്കിയ വീഴ്ച അതെന്താണ് എന്നുള്ള കാര്യം നമുക്കതിൽ വ്യക്തമാക്കാൻ കഴിയും. ഏതായാലും അല്പസമയം മുൻപ് പ്രതികരിച്ച ബൈസ്റ്റാൻഡർ ആയിട്ടുള്ളൊരു വല്യമ്മ നമ്മളോട് സംസാരിച്ചിരുന്നു. അമ്മ പറഞ്ഞത് വെപ്രാളമായിരുന്നു ആ മണിക്കൂറുകളിൽ എന്നുള്ളതാണ്. അത് വളരെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ, ഈ ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സ തേടിയെത്തുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ വികാരമാണ്. സമാനതകളില്ലാത്ത ഒരു അനുഭവം അവർക്ക് ഇവിടെ നേരിട്ടു എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മുൻപ് നമ്മൾ ഈ പവർ കട്ടിംഗ് ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് ഈ രീതിയിൽ ഗുരുതരമായി പോകുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടില്ല. സമാനതകളില്ലാത്ത പ്രതിഷേധം അതും ഇപ്പോഴും ഈ എസ്എറ്റി ആശുപത്രി പരിസരത്ത് തുടരുകയാണ്. ഏതായാലും ഇനി ഈ വീഴ്ച ആവർത്തിക്കാതിരിക്കാനുള്ള പ്രത്യേക ശ്രദ്ധ അത് ആരോഗ്യ വകുപ്പിന്റെയും PWD വകുപ്പിന്റെയും ഒക്കെ ഭാഗത്ത് നിന്നുണ്ടാകട്ടെ എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. കാരണം ഏതെങ്കിലും തരത്തിൽ അത് അങ്ങനെ പോവുകയാണെങ്കിൽ ലൈഫ് ത്രെട്ട് ആയിട്ടുള്ള ഇൻസിഡൻസ് വരെ ഉണ്ടായ സംഭവങ്ങൾ അത് കേരളത്തിന് പുറത്തുണ്ടായിട്ടുണ്ട്. കേരളത്തിൽ ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ആശുപത്രിയിൽ ഇത്രയധികം മണിക്കൂർ പവർ സപ്ലൈ ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാകും. സർക്കാർ ആശുപത്രി ഒരുപക്ഷെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു ആശുപത്രിയിലേക്കായി എന്നുള്ളത് മാത്രമാണ് ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവം. ഷഫീദാണ് വിവരം നൽകിയത്. ഹരികൃഷ്ണൻ കൂടി ചേർന്നു. ഹരികൃഷ്ണൻ, പ്രശ്നപരിഹാരമായെങ്കിലും ഇപ്പോഴും അവിടെ ചില സംഘടനകളുടെ പ്രതിഷേധം തുടരുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്താവശ്യം ഉന്നയിച്ചാണ് ഇപ്പോൾ ഈ പ്രതിഷേധം? കഴിഞ്ഞ 3 മണിക്കൂറാണ് എസ്എറ്റി ആശുപത്രിയിൽ ഈ തരത്തിൽ പ്രശ്നങ്ങൾ, അതായത് വൈദ്യുതി ബന്ധം ഇല്ലായിരുന്നു എന്നുള്ള തരത്തിലാണ്. ആ തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ BJP പ്രവർത്തകർ എസ്എറ്റി ആശുപത്രിക്ക് മുമ്പിൽ നടത്തുന്നത് എന്നുള്ളതാണ്. അതായത് ഇതിൽ വ്യക്തമായ വീഴ്ച ഉണ്ടായിട്ടും അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായിട്ടും കൃത്യമായ രീതിയിൽ നടപടി എടുത്തില്ല എന്ന തരത്തിലാണ് ഈ ആശുപത്രിക്ക് മുമ്പിൽ കുത്തിയിരുന്ന പ്രതിഷേധിക്കുന്നത്. അതിൽ യാതൊരു തർക്കവുമില്ല. അതായത് വീഴ്ച ഉണ്ടായി എന്നതിൽ യാതൊരു തർക്കമില്ല. ഏത് സാങ്കേതികത്വം പറഞ്ഞാലും അതിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് കൃത്യമായി പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോഴും നമ്മൾ പ്രതികരണമൊക്കെ ചോദിച്ചപ്പോഴും ഈ ആശുപത്രി സൂപ്രണ്ടും അടക്കം നമ്മളോട്
പറഞ്ഞ കാര്യം ഈ സാങ്കേതികത്വമാണ്. അതായത് ഈ ട്രാൻസ്ഫോമറിന്റെ കാര്യം അല്ലെങ്കിൽ അത്തരത്തിൽ ജനറേറ്റർ പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതിന്റെ കാര്യമൊക്കെയാണ്, ജനറേറ്ററിൽ നിന്നും വൈദ്യുതി സപ്ലൈ കൊടുക്കാൻ പറ്റാത്തതിന്റെ കാര്യമൊക്കെയാണ് ഇത്. അപ്പോഴും അവർ മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ അവർ അഡ്രസ് ചെയ്യാതിരുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ രോഗികളുമായി ബന്ധപ്പെട്ടതാണ്. നേരത്തെ നമ്മൾ പ്രതികരണങ്ങളിലൊക്കെ കണ്ട ഒരു കാര്യം കൂടിയാണ്. അതായത് അവർ പറയുന്നത് എന്താണ് ഇതിനകത്ത് സംഭവിക്കുന്നതെന്ന് വ്യക്തമായി അവർക്ക് അറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അത് വലിയ ആശങ്കയാണ്, അതിൽ തർക്കമൊന്നുമില്ല. ഈ രോഗികളുടെ കൂട്ടിരിപ്പുകാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പുറത്ത് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഹരീഷാണ് വിശദാംശങ്ങൾ നൽകി വന്നിരുന്നത്. അവിടെ ഇപ്പോഴും പ്രതിഷേധം തുടരുന്നു. 3 മണിക്കൂറിലേറെ നീണ്ട ഒരു ആശങ്ക അത് ആശ്വാസത്തിന് വഴിമാറുന്നു. എന്നിരുന്നാലും വിഷയത്തിൽ അന്വേഷണം വേണം. അതെന്ത് സംഭവിച്ചെന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. ഭാവിയിലെങ്കിലും ഇത്തരം സംഭവങ്ങൾ സംഭവിക്കാതിരിക്കാനും നടപടികൾ ഉണ്ടാകണം.